നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർച്ചന, നല്ലതല്ല നോക്കിയോ? നീ ഇന്നലെ രാത്രി അത് ഇവിടെ തന്നെയല്ലേ വെച്ചത്? അതെ അച്ഛാ, ഞാൻ ഇവിടെ തന്നെയാ വെച്ചത്. ഗോൾഡ് ബോക്സ് കണ്ടില്ലേ? അപ്പൊ പിന്നെ ആ മാല രണ്ടും ആരെടുത്തു? ഇനി ആരെങ്കിലും ഓർക്കാതെ ഇവിടെ നിന്ന് മുറി കൊണ്ട് വെച്ചു കാണോ? അതില് നീ എങ്ങനെ കൊണ്ടുവച്ചോ? ഇല്ലമ്മേ, ഞാനെടുത്തില്ല. ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോ മാലകളെടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഇടാന്നാ ഞങ്ങൾ വിചാരിച്ചേ. പിന്നെ മാലകളോടെ പോയി? മൂകാംബിയെ പൂജിച്ച ലോക്കറ്റുകള രണ്ടും. അവണിമുളെ മോളാ മാല എങ്ങനെ എടുത്തോ? മോക്ക് വേറെ വാങ്ങിച്ചു തരാന്ന് അച്ഛൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ മോളതെടുത്തേ? ഇല്ല അച്ഛമ്മേ, ഞാൻ എടുത്തിട്ടില്ല. അതെ, ആവണിമോള് രാവിലെ ഇവിടെ വന്ന് മാല നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. മാഷും കണ്ടതല്ലേ? അതെ, അത് ശരിയാണല്ലോ. ഇവിടെ വന്ന് മാല നോക്കി നിന്നു കരുതി ആവണിമോള് മാല എടുക്കണമെന്നൊന്നുമില്ലല്ലോ. അല്ല, അവള് മാല എടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? മാല എടുക്കുന്നത് ഞാൻ കണ്ടില്ല, പക്ഷേ ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടിരുന്നു. മാഷ് തന്നെയാ മോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയത്. അതുപോലെ ലോക്കറ്റുള്ളൊരു മാല വേണമെന്നും പറഞ്ഞ് ആവണിമോള് ബഹളം വെച്ചെന്ന് പറഞ്ഞത് എല്ലാരും കേട്ടതല്ലേ? ആരോടും ചോദിക്കാതെ അവൾ ഒരു സാധനം എടുക്കില്ല. മോളെ, മോളെടുത്തിട്ടുണ്ടെങ്കിൽ ആ മാല ഇങ്ങ് തിരിച്ചു കൊണ്ടുവാ. അച്ചാച്ചൻ മോൾക്ക് വേറെ മാല വാങ്ങിത്തരാം. ഇല്ല അച്ഛാ, ഞാൻ എടുത്തിട്ടില്ല. സച്ചേട്ടാ, എന്തിനാ ആവണിമോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അങ്ങനെ ഇവിടെ നിന്ന് ഒന്നും എടുക്കുന്ന ശീലം അവൾക്കില്ല. പിന്നെ അച്ഛനും അമ്മ എന്തറിഞ്ഞിട്ടാ ഇവളിങ്ങനെ ചോദ്യം ചെയ്യുന്നേ? ഇന്ന് വരെ നമ്മുടെ വീട്ടിൽ നിന്ന് പോലും നമ്മളോട് ചോദിക്കാതെ ഇവൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും എടുത്തതായിരിക്കും. ഞങ്ങൾ ആരും അത് എടുത്തിട്ടില്ല. അതാ പൂജാമുറിക്കകത്ത് എങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. ഒന്ന് കയറി ഒന്നുകൂടി നോക്കി. അർച്ചനെ, മോൾ ഒന്നുകൂടി ഒന്ന് നോക്ക്. നോക്കുമോളെ. ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.